ലഹരിക്കെതിരെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തുഫാൻ പദ്ധതിയുടെ കണക്കാരി പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടെ സംസ്ഥാനത്ത് നിരോധിത ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ വലിയ വർധനവാണുണ്ടായത്. കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തുഫാൻ പദ്ധതി ശക്തമായി ആവിഷ്കരിച്ചതോടെ ലഹരി ഉപയോഗത്തിൽ വലിയ കുറവുണ്ടായതായി ജോസ്മോൻ മുണ്ടക്കൽ പറഞ്ഞു. ഒരുപക്ഷെ പുതിയ ഗവൺമെന്റ് ചെയ്ത ഏറ്റവും നല്ല പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ജനങ്ങൾ ഒന്നാകെ പറയും ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയാണ്. 2019 കോവിഡ് ചൈനയിൽ ആരംഭിച്ചപ്പോൾ നമുക്കാർക്കും വലിയ പരിഭ്രാന്തിയില്ലായിരുന്നു. മറ്റു രാജ്യങ്ങളിലൊക്കെ കോവിഡ് നിറഞ്ഞപ്പോഴും നമുക്ക് ദുഃഖങ്ങൾ കുറവായിരുന്നു. പക്ഷെ പിന്നീടത് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ, കേരളത്തിലേക്ക് വന്നപ്പോൾ, നമ്മുടെ ജില്ലയിൽ വന്നപ്പോൾ, നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ, നമ്മുടെ അയൽവക്കത്ത് വന്നപ്പോൾ, നമ്മുടെ വീട്ടിലേക്ക് അത് എത്തിയപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു. ഇതേ അവസ്ഥയാണ് വാസ്തവത്തിൽ നമ്മുടെ നിരോധിത മയക്കുമരുന്നിനെ സംബന്ധിച്ചിടത്തോളവും ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിരോധിത മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറി എന്ന് പറയുമ്പോൾ, ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഏതോ നാട്ടിലുള്ള ഏതോ പ്രദേശത്തുള്ള ആളുകൾ ഇത് വിൽക്കുന്നു, ആരൊക്കെയോ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതായിരുന്നുവെങ്കിൽ ഇന്ന് കാലം മാറി, ഗതി മാറിയപ്പോൾ ഇത് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ അയൽപക്കത്തേക്ക്, നമ്മുടെ വീട്ടിലേക്ക് വരെ ഇതിൻ്റെ വ്യാപനം വന്നു കഴിഞ്ഞപ്പോഴാണല്ലോ സ്വാഭാവികമായും ആളുകളെല്ലാം ഇതിനെ ഭയപ്പെടാൻ തുടങ്ങിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കലിഞ്ഞാലിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കുറവലങ്ങാട് സർക്കിൾ ഇൻസ്പെക്ടർ PJ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറ് ഇന്ന് പെരുമ്പാവൂരിൽ പ്രോഗ്രാമുണ്ട്. ബഹുമാനപ്പെട്ട DGP ഒക്കെ അന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2000 ഏകദേശം 95 മുതലാണ് ഈ പെരുമ്പാവൂർ മേഖലയിലേക്ക് ഇതുപോലെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുതിച്ചേറ്റം ഉണ്ടായത്. അതിന് മുമ്പൊക്കെ തമിഴ് വംശജരാണ്, തമിഴ്മാരാണ് മതിമാണ്. അപ്പം തമിഴ്മാർക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായില്ല. കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു മുറുക്കും അല്ലെങ്കിൽ ബീഡി വലിക്കുന്നതല്ലേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ആസാം, അതുപോലെ വെസ്റ്റ് ബംഗാൾ, ബംഗ്ലാദേശൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഈ സൈസ് ആൾക്കാർ വന്നതോടുകൂടിയാണ് നമ്മുടെ ഈ നാട്ടിൽ ഒരു പ്രത്യേക ഈ ലഹരിയുടെ ഉപയോഗം കൂടിയത്. ഞാൻ 5 വർഷം എക്സൈസിൽ ജോലി ചെയ്തതാണ്, എക്സൈസ് ഗാർഡാണ് പെരുമ്പാവൂർ. അപ്പോൾ അന്ന് ഏറ്റവും വലിയ 2009 തൊട്ട് 2015 വരെ ഞാൻ എക്സൈസ് ജോലി ചെയ്തതാണ്. പക്ഷെ അന്നൊരു കഞ്ചാവിൻ്റെ ഒരു സംഗതി അവിടെ കിട്ടാണ്ടായില്ല. അന്ന് ഏറ്റവും വലിയൊരു ലഹരി എന്ന് പറയുന്നത് തന്നെ എന്താ ഈ മായം കലർത്തിയ മണവാട്ടി എന്ന് പറഞ്ഞൊരു കല്ല്, അതായത് സ്പിരിറ്റ് കള്ളാണ് ഒരു വിഷയമുള്ള കല്ലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സംഗതി മാറി. ഇന്ന് ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് കുറവലങ്ങാട് അല്ലെങ്കിൽ പാലയിലേക്ക്, ഞാൻ പാലയിലാണ് ആദ്യം, പാലയിലേക്ക് വന്നപ്പോൾ ഞാൻ 100 കിലോ കഞ്ചാവ് കുടിച്ചിട്ട് വന്നു. 100 കിലോ കഞ്ചാവ് വന്നത് വെസ്റ്റ് ബംഗാൾ സ്വദേശികളാണ്. കഞ്ചാവിൻ്റെ ഉടമസ്ഥ അവർ കഞ്ചാവ് മേടിച്ചത് ഒറീസയിൽ. ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് കുറവലങ്ങാട് സിവിൽ എക്സൈസ് ഓഫീസർ ആര്യ ജയപ്രകാശ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കാണക്കാരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ തോമസ് സെബാസ്റ്റ്യൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സിൻസി ജെയ്സൺ, ബാബു തൂമ്പുങ്കൽ, പഞ്ചായത്ത് മെമ്പർ, CDS പ്രവർത്തകർ, പഞ്ചായത്ത് ജീവനക്കാർ, വിദ്യാർത്ഥികൾ, പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് ആശാമോൾ ജോബി സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി സോണി C. ഹരി നന്ദിയും രേഖപ്പെടുത്തി.